അതിലും വർഗാക്ഷരങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെ വന്നു, അത് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 14 സൂത്രങ്ങൾ അയ്യൂണർക്ക് മുതലായിട്ടുള്ള 14 സൂത്രങ്ങൾ എങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, അതും വർഗാക്ഷരം തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താക്കി, നമ്മൾ വർണ്ണത്തിന്റെ സ്ഥാനങ്ങളാണ് നമ്മളൊന്ന് എത്തിയത്. അകാരം കവർഗം ആ കൂഹ വിസർഗം കണ്ഠം താലു ഇകാരം ചവർഗം രണ്ടാമത്തെ വർഗം ച താലു ഋകാരം തവർഗം മൂർധ തവർഗം ലകാരം തവർഗം ദന്ത്യം എന്ന് പറയും. ഉകാരം പവർഗം ഇതൊക്കെ ഓഷ്ടം. അങ്ങനെ ഞാമാങ്ങാണ ഇതൊക്കെ നാസികയിൽ ഉള്ള വർണ്ണങ്ങൾ. അകാരം ഇകാരം കൂടി കൂടിയ ഏകാരാവെങ്കിൽ ഒന്ന് കണ്ഠം ഒന്ന് താലുവാണല്ലോ. അപ്പോ ഏകാരം ഐകാരം ഓകാരം കണ്ഠോഷ്ടം അത്തരത്തിലുള്ളത്. അത് ആ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൗമുദി എന്ന് പറയുന്ന സിദ്ധാന്ത കൗമുദി, ലഘുസിദ്ധാന്ത കൗമുദി എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ഇതിനെ കിട്ടാനുള്ള ഇഷ്ടം പോലെ കിട്ടാത്ത വസ്തു നല്ല. എന്നാലും ഈ അയ്യൂണർക്ക് എന്നുള്ള വർണ്ണത്തിന്റെ മുഴുവൻ സംഭവങ്ങളും അതിന്റെ സ്ഥാനങ്ങള് അകൂഹ വിസർജനീയാനാം കണ്ഠ വിദേശാനാം താലു ഋടുരഷാണാം മൂർധ മൃദുലസാനാം ദന്ത ഉപോധ്വാനിയാനാം മോഷ്ടൗ ഞമഗണനാനാം നാസികാച ഏതൈതോഹോ കണ്ഠതാലു ഓദൗതോഹ കണ്ഠോഷ്ടം വകാരസ്യ ദന്തോഷ്ടം ജിഹ്വാമൂലീയസ്യ ജിഹ്വാമൂലം എന്നിട്ട് അവസാനിപ്പിക്കുന്ന ഗ്രന്ഥം. അവിടെ ഇത്രയധികം വർണ്ണത്തിന്റെ സ്ഥാനങ്ങൾ നോട്ട് ചെയ്യാത്തൊരു നോട്ട് ചെയ്യാം. അകാരം കവർഗം വിസർഗം കണ്ഠം, ഇകാരം ചവർഗം യാ ഷ താലു, ഋകാരം ടവർഗം രാ ഷ മൂർധ, ആ നാവ് കൊണ്ടുപോയി തട്ടുന്ന സ്ഥലം മൂർധ, തവർഗം ല സ ഇതൊക്കെ എന്താണ് ദന്ത്യവർണ്ണം. ഉ പ ഭ ബ ഭ മാപോ ഓഷ്ടം മുതൽ കണ്ഠം വരെ, കണ്ഠം മുതൽ ഓഷ്ടം വരെ ഓരോ സ്ഥലത്തായി ക്രമത്തിൽ സെറ്റ് ചെയ്തതാണ്. ക കവർഗം കണ്ഠം, അടുത്തത് ച താലു, ത ആ നാവ് മേലെ മുട്ടല്ല മൂർധ, ത ദന്തം, പ ഓഷ്ടം. ക ച ത ത പ ഇങ്ങനെ കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കണ്ഠം മുതലുള്ള സ്ഥാനം കിട്ടും. അപ്പോ നമ്മളെ ഈ കണ്ഠം മുതൽ ഓഷ്ടം വരെ ഒരു ആംഗിൾ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ വർണ്ണത്തിന് ഈ നാവ് മുട്ടിയാല് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിന് ഈ ഇതിന്റെ ഇനി വർണ്ണത്തിന്റെ പ്രയത്നങ്ങളുണ്ട്. ആ പ്രയത്നം പഠിക്കുന്നതിനെ പറ്റി എന്ത് വേണമെന്ന് വെച്ചാൽ വർണ്ണങ്ങൾ എങ്ങനെ പ്രയത്നം എങ്ങനെ അത് അറിയണമല്ലോ. പ്രയത്നം എങ്ങനെ ഉണ്ടാവുന്നത്? പ്രയത്നം നമ്മുടെ പ്രാണനാണ് പ്രയത്നം ഉണ്ടാവും. പ്രാണൻ അതിന്റെ കണക്ക്. അപ്പോ എന്ത് വേണം? ഇതിനൊക്കെ വായുവായിട്ട് അത്യധികം സംബന്ധമുണ്ട്. അതായത് വായു എന്ന് പറയുന്നത് ഇപ്പോൾ വൈദ്യത്തില് നമ്മൾ വ്യവഹരിക്കുന്ന വാദം, നമ്മൾ അറിയുന്ന വാദം, അതുപോലെ നമുക്ക് പരിചയമുള്ള വാദം, ഇങ്ങനെയൊക്കെ എന്താണെന്നതിൽ പല തരത്തിലുള്ള അർത്ഥങ്ങളും വ്യാഖ്യാനത്തോടും കൂടിയിട്ടുള്ളതാണ്. ഇപ്പോ ഇതിന് എന്ത് വേണം? നമുക്ക് എല്ലാവർക്കും വർണ്ണങ്ങൾ കൃത്യമായിട്ട് പുറപ്പെടണമെങ്കിൽ എന്ത് വേണം? രോഗമൊന്നും ഉണ്ടായിക്കൂടാ. അത് വേണമല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ഏത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ഹലോ വാദം, അതായത് ഇതിന്റെ വായു, ഈ വായു എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സമ്പ്രദായം ഇല്ല. ശരീര അന്തസഞ്ചാരവർത്തി ആയിട്ടുള്ള ഈ പ്രാണൻ, അത് ഹൃദയം, അത് ഹൃദയം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളിപ്പോ എല്ലാവരും ഹാർട്ട് ഇതാ വ്യവഹരിക്കുന്ന ഹൃദയം. നമ്മളിപ്പോ നഗരത്തിന്റെ ഹൃദയഭാഗം എവിടെയാന്ന് വെച്ചാൽ അറിയാം, ചിലപ്പോ ബ്രെയിനാണ്. അങ്ങനെ പറയാം. പ്രധാനപ്പെട്ടത് അങ്ങനെ നോക്കിയാൽ വാദസ്ഥാനം, അവിടെ നമ്മളെ നെർവസ് സിസ്റ്റം അതിൽ നിന്നാ തുടങ്ങുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വായുവിന്റെ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. പല തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ അനുഭവിക്കാനും കാണാനും പറ്റും.
അപ്പോ ഈ സിസ്റ്റം നന്നാവണം, നമ്മുടെ നാഡീ വ്യവസ്ഥ വളരെ കറക്റ്റ് ആവണം. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ സുഷുമ്ന നാഡി എന്ന് പറയുന്ന നാഡി ആജ്ഞ മുതല് ഉള്ള മൂലാധാരം വരെയുള്ള ചക്രങ്ങൾ, ഈ ചക്രങ്ങളിലേക്ക് കൂടി എന്ത് വേണം, ഈ മധ്യമാനം വൈഖരിയും പലതരത്തിലുള്ള കുറെ വ്യാഖ്യാനങ്ങൾ യോഗത്തിൽ കുറെ പറയുന്നുണ്ട്. എന്നാലും ഇതൊക്കെ നാഭിന്ന് പുറപ്പെടുന്ന അതാണ് സ്വാധിഷ്ഠാനം. അതായത് അവിടുന്ന് ഇത് വേണ്ടേ ഇവിടുന്ന് പുറപ്പെട്ട് ഈടെത്തി അത് വിശുദ്ധിയിലെത്തിയിട്ട് അത് ശുദ്ധീകരിച്ചിട്ട് എന്താവുന്ന പുറത്തേക്ക് വന്നിട്ട് വർണ്ണങ്ങളെ സ്ഥാനങ്ങള് ഈ സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഇതിൽ നമ്മുടെ ആദ്യത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മള് രോഗാവസ്ഥ ഒന്നും ഇല്ലാത്ത രീതിയിൽ അവിടെയാണ് നമുക്ക് ദൈവാധീനത്തിന്റെ ആവശ്യം വരുന്നത്. അതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെയുള്ള ഗണപതിയരിതും പറഞ്ഞില്ലേ, 6 സമ്പ്രദായത്തിൽ 6 തരത്തിലുള്ള വിദ്യാദേവതകൾ അവർ ഉപാസിക്കുന്നതിന് ഗാണപദത്തില് ഉണ്ട്. ഗാണപദം എന്ന് പറയുന്നത് എല്ലാവരും ഉണ്ടല്ലോ, ഗണപതി ഇല്ലാത്ത ഇതില്ല. എല്ലാ പദ്ധതികളിലും എന്തുണ്ട്, ഗണപതി ഒരു ദേവതയാണ്. അതിപ്പോ പ്യോർ വൈഷ്ണവിസ് ആണെങ്കിലും അതിനുണ്ട് അവരെ തുമ്പിക്കൈ ആഴ്വാർ, അത് ഗണപതിയുടെ ആരാധന അതിലും എന്തുണ്ട്, അയാൾ അയ്യങ്കാരാക്കി മാറ്റി, വൈഷ്ണവത്തിൽ അയാൾ എന്താക്കി വിഷ്ണുവാക്കി മാറ്റി. അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു ഇപ്പൊ ഗണപതി ഇല്ലാണ്ട് നടക്കുന്നില്ല, ഒരു പദ്ധതി നടക്കുന്നില്ല. അപ്പോ ഗാണപദത്തില് പറയുന്നതെന്ന് വെച്ചാൽ നിർവിഘ്നമായിട്ട് കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ആരോഗ്യവും ബലവും വേണം. അതുകൊണ്ട് അത്ര ബലമുള്ളൊരു ദേവത വന്ന്. അപ്പോ ഇതില് ബലമുണ്ടാവേണ്ട സ്ഥലങ്ങള്, അതായത് നമ്മുടെ വാദം വായു നന്നാവണം. അതില് വാദം എന്ന് പറയുന്ന ഈ വായു 5 പ്രകാരത്തിൽ നമുക്കറിയാം. പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ, ഇത് നമുക്ക് അറിയുന്നതാണ്. ഈ അപ്പൊ ഏടത്തേക്കായി സ്വാഹ ആവുന്നത് അല്ലെ, സ്വാഹ ആക്കാൻ സ്ഥലം വേണ്ടേ, ഹൃദയത്തിലാണ്. അപ്പൊ നമ്മൾ അത് ഈ ഹൃദയം തന്നെ മാറിയിട്ടൊന്നുമില്ല, ഇവിടുത്തെ ഹൃദയം തന്നെ, ഈ ഹൃദയം തന്നെ. ഇവിടെ നമുക്ക് ഇവിടെ ഹാർട്ട് ബീറ്റ്, അത് ഹൃദയത്തിന്റെ മിടിപ്പ്, അതാണ് ഹൃദയത്തിൽ പ്രാണൻ. വയറിലുള്ള പ്രാണന്റെ പേരെന്താ, അപാനൻ എന്ന് പറയും. അതിന് മാത്രമേ എന്തുള്ളൂ, അത് ഇത് മറ്റേത് ഇങ്ങനെ ഇതാക്കണം, ഒന്ന് ഇതാക്കി ഇങ്ങനെയാണ്. മറ്റേ പ്രാണൻ ചിലപ്പോൾ താഴോട്ട് പോകുന്നത്. അപാനൻ എന്ന് പറയുന്നത് താഴോട്ട് പോകുന്ന വായുവാണ്. മേലോട്ട് വന്നാൽ അതായി ഗ്യാസ് ട്രിബിളായി മാറും. അതുവരെ ഗ്യാസ് ആണ്, അത് കഴിഞ്ഞ് ട്രിബിളായി മാറും. ആ ട്രിബിളായി മാറാണ്ടിരുന്നാൽ നന്നായി, അത്രയും ഉണ്ട്. അപ്പോ അതിന് ആ പ്രാണൻ എന്ന് പറയും, അപാനൻ എന്ന് പറയും. കൃതിപ്രാണ ബുധേ അപാനഹ സമാനഹ. ആ പ്രാണ ഇതെന്താണ്, പ്രാണൻ അപാന, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല എന്താ പറയണ്ട, അതിന് വേണ്ട എനർജി കാര്യങ്ങളെല്ലാം സെറ്റാക്കി റെഡിയായി കഴിഞ്ഞാല് എന്തായി, ഹൃദയത്തിലുള്ള പ്രാണൻ എല്ലാം സെറ്റാക്കി അവിടെ പഠിപ്പ്. അതാണ് വിദ്യാഭ്യാസം ഇത്രയൊക്കെ മാഹാത്മ്യം കൊടുക്കുന്നത്. എത്രയോ കാര്യങ്ങൾ ഒന്നിച്ച് ആന്തരത്തിലും, അതാണ് ബാഹ്യപ്രയത്നം, ആഭ്യന്തര പ്രയത്നം. അതല്ലേ പറഞ്ഞേ, ആഴ്ചക്ക് 16 മണിക്കൂർ പഠിപ്പിച്ചാൽ മതി. 12 മണിക്കൂർ, 8 മണിക്കൂർ പ്രൊഫസറിലാ 8 മണിക്കൂറേ പഠിപ്പിക്കുന്നുണ്ട് ആഴ്ച. അത്ര അധികം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അത് ഇതിന്റെ ഈ ബാഹ്യപ്രയത്നം, ആഭ്യന്തര പ്രയത്നത്തിന്റെ വാല്യൂ അറിയുന്നവർക്കേ അറിയുള്ളൂ. അപ്പോ അത്രയധികം വന്നിട്ടുണ്ട്, ഇതിന്റെ സ്കില്ലുണ്ട് അർത്ഥം. എളുപ്പമല്ല വിദ്യ അഭ്യാസം എളുപ്പമാണ്, നിങ്ങളെ ബോധിപ്പിക്കാനെന്ന് വൻ വിഷമമുള്ള കാര്യമാണ്. അപ്പോ അങ്ങനെ ഉണ്ടാവണം. എന്താണ്, ഹൃദയം അപാനൻ സമാനൻ, നാഭിസംസ്ഥിതനായിട്ടുള്ള സമാന വായു എന്തായത്, അത് ഓപ്പൺ ആവണ്ടേ. ഈ ഗുരുനാഥൻ എന്ന് പറയുന്ന മഹാൻ ആ സമാന വായു ഒന്ന് കണ്ഠത്തിലേക്ക് കൂടി വന്ന് പുറപ്പെട്ടിട്ട് വേണമല്ലോ ശിഷ്യന്മാര് കണ്ഠം പിടിക്കാൻ. വലിയ കഷ്ടപ്പാടാണത്. അത് എളുപ്പം വരുന്ന വിദ്യ അല്ലാതെ. ഈ ഗുരുനാഥനും മൂട് ശരിയാവണം, ശിഷ്യനും മൂട് ശരിയാവണം. വിദ്യക്ക് പണ്ടേ പറയലുണ്ട്, അല്പശ്ച കാലോ ബഹവശ്ച വിഘ്ന. കാലം വളരെ കുറവാണ്, ആ സമയത്തല്ലേ പഠിക്കാനാവുള്ളൂ. ഞാൻ പറയാം, അടുത്ത ഇതിൽ വരും. ആ കാലത്തെ പഠിക്കാനാവുള്ളൂ. അത് കഴിഞ്ഞാൽ എന്താ, കുറച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കലൊന്നും ഉണ്ടാവില്ല, മനസ്സ് നിൽക്കില്ല, കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല, കുറച്ച് കഴിഞ്ഞാൽ എഴുതാനാവില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും അവരുടേതായി കാലക്രമേണ. വിംശതിർ മധ്യേ വിദ്യാമർത്ഥം സാധേ. പൈസ ലക്ഷ്മിനി സരസ്വതി ആ സമയത്ത് വശീകരിച്ചാൽ പിന്നെ എന്നെ കൊണ്ടങ്ങോട്ടെ. അതന്നെ ആ സമയത്ത് സെറ്റാക്കിയേക്കണം, അത്രയും. പിന്നെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ റിസർച്ച്, പല സർക്കസുകൾ കളിക്കാം. അല്ലാണ്ട് 30 വയസ്സ് തുടങ്ങിയാൽ മുഴുക്കാൻ വിഷമാണ്, അത് വലിയ സങ്കടമാണ്. ഒന്നും കൂടെ ആ അതേ സഹാക്കൾ തന്നെ ഇത് വേണം, എല്ലാം ശരിയാക്കി വെക്കണം. അപ്പോ അതിനെന്ത് വേണമെന്ന് വെച്ചാല്, ഈ പ്രാണൻ അദൃഷ്ടം എന്ന് പറയുന്ന ഒരു ദേവത, ആ ദേവത എന്ത് വേണം, ജന്മജന്മാന്തരത്തിലുള്ള ആത്മാവിന്റെ സുഹൃതത്തിൽ, അതല്ല ആത്മാവല്ല നമ്മൾ വിശ്വസിക്കുന്നത്, അതിലുള്ള ജ്ഞാനത്തിന്റെ സുഹൃതത്തില്
ആ ആത്മാവുള്ള ശരീരത്തിൽ എന്ത് വേണം? ഈ അനാഹതത്തില്, നമ്മുടെ സ്വാധിഷ്ഠാനത്തില്, അതായത് നാഭിയില് ആ സമാനം എന്ന് പറയുന്ന പ്രാണൻ എന്ത് വേണം? ഈ ശബ്ദം എന്ന് പറയുന്ന സാധനം എന്ത് വേണം? അത് ഉരുത്തിരിഞ്ഞ് അത് ഒരു രൂപത്തിൽ വന്ന് അതിടത്തണം നമ്മുടെ അത് മേലെ വയറ് വഴി ഹൃദയം വഴി എത്തി അതിടത്തണം ശുദ്ധമായിട്ട് ആവാറില്ല. അപ്പൊ എന്താ നമ്മള് അനാവശ്യമായിട്ടോ ഇതോ എന്ത് പറയാൻ പാടില്ല, നമ്മള് എന്ത് ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കളവാലും പുളി പറയരുതെന്നാണ് നമ്മള് പറയാറില്ല. ചിലപ്പോ അടിച്ചതിന്റെ ഇതാക്കും അങ്ങനെയൊക്കെ നമ്മൾ പേടിപ്പിക്കലൊക്കെ, അതൊക്കെ മഹാകുറ്റാണ്. തഥാസ്തു എന്ന് പറയുന്നൊരു ദേവതയുണ്ട് എന്നാ പറയും. നമ്മളങ്ങനെ പറയുമ്പോ നിന്നെ അടിച്ച് അങ്ങനെ പറഞ്ഞാൽ ആ സമയത്ത് ദൈവം പറഞ്ഞാൽ മതി തഥാസ്തു. അതെ, ഒരാളും ദേഷ്യത്തിൽ നമ്മൾ പറയാറില്ല, ഞാൻ ഇങ്ങോട്ട് വെറുതെ ഇല്ല. അപ്പോൾ ആ പറയുന്ന ഈ തഥാസ്വരം ദേവത കേൾക്കും. ആ ദേവത കേട്ടാൽ ആ ദേവത തഥാസ്തു എന്ന് പറഞ്ഞു വിചാരിക്കാം. പറഞ്ഞാൽ എന്തായി? അത് ഫലിച്ചു പോകും. അത് ഫലിച്ചാൽ എന്തായി? ഈ നമ്മൾ തമാശക്ക് പറഞ്ഞായിരിക്കാം, ചിലപ്പോ നമ്മളെ തമാശക്ക് പറഞ്ഞാലും ചിലപ്പോ എന്താവും അത് അവസാനം അത് മരിക്കാൻ അത് മതി. നമ്മളെ ഇത് പറഞ്ഞില്ലേ, അശ്വത്ഥാമ ഹത കുഞ്ചര എന്നുണ്ട്. ഈ സത്യം തന്നെയാണ്. കുഞ്ചരൻ ഒരു ആനനെ ഉണ്ടാക്കി അതിനെ വധിച്ചു, ശരി തന്നെ. അതിനെ അശ്വത്ഥാമ പേരിട്ടു, ഒക്കെ ശരിയാണ്. യുധിഷ്ഠിർ തരാൻ കാണ്ടി വന്നില്ലേ ഒരു തവണ? അയാള് കളവ് പറയില്ല എന്നൊക്കെ പറഞ്ഞ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മനുഷ്യനാ. അയാളെ പിടിച്ചിരുന്നാക്കി അശ്വത്ഥാമ ഹതാ ഉച്ചത്തിൽ ശംഖം വിളിച്ചാണ് ഇതാക്കി. അപ്പൊ അതിന്റെ ആ ഒരു എന്താ പറയണ്ടേ, സംഭവിപ്പിച്ചതും സത്യമാണെങ്കിലും അതിൽ വന്നിട്ടുള്ള ആ ഒരു അംശത്തിന് എന്ത് വന്നു? വലിയ വില കൊടുക്കേണ്ടി വന്നു യുധിഷ്ഠിരൻ. അതുപോലെയാണ് നമ്മൾ അറിയാണ്ടോ ഇത് പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ, അപ്പോൾ വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്ത് വേണം? നമ്മൾ വളരെയധികം സ്ട്രിക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറയുന്നത് വെച്ചാൽ ഇതെല്ലാം നമുക്ക് നരകായിട്ട് വരുന്ന അർത്ഥം, അത്രയേ ഉള്ളൂ. അത് നമുക്ക് തന്നെ നരകായിട്ട് വരും. ഈ അക്ഷരത്തിന് നമ്മൾ ചെയ്യുന്ന ദുരുപയോഗം അതിൽ വരുന്ന തെളിവാക്കുകളായാലും കളവായാലും എല്ലാം എന്ത് വരുന്നുണ്ട്? നമ്മളത് ആത്മാവിനോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണ്. അതിനെന്ത് ചെയ്യും? അതിൽ റിഫ്ലക്ട് ചെയ്യാണ്ടിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞേ, നമ്മളിപ്പോ പറഞ്ഞാൽ അത് കളവാന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് നന്നായിട്ട് അറിയാം, അറിയുന്നുണ്ട്. ഈ അത് അറിഞ്ഞുകൊള്ളാൻ അത് കാണാറും. അറിഞ്ഞുപോയാൽ എന്തായി? അതാണ് ആ ആത്മാവിലാണ് നിൽക്കും. അത് നിന്നാ എന്താ? നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും പിടിച്ചു കടിക്കും. അത് കടിക്കാണ്ടിരിക്കില്ല. ഒരു വെരിഫൈഡ് മോർണിംഗ് അത് നമ്മളെ പിടിക്കും, ഒരു ദിവസം പിടിക്കാണ്ടിരിക്കില്ല. അപ്പോ അങ്ങനെയുള്ള ഈ വാക്സ്തംഭം വരിക ഇല്ലേ? ഒരു കാലം വന്ന് നമുക്ക് വർത്തമാനം പറയാൻ പറ്റാണ്ട് വരുക, അറിയാണ്ട് വരുക, അല്ലെങ്കിൽ നമ്മള് അറിയാതെ തന്നെ എന്തൊക്കെ പറഞ്ഞു പോവുക. ഇതൊക്കെ കാരണങ്ങൾ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഇതിലേക്ക് ചെയ്യുന്ന വൈറസാണ്. ആ വൈറസ് എത്ര കൂടുന്നോ, അതായത് നമ്മൾ ആത്മാവിൽ വൈറസ് കൂടുന്നത് എങ്ങനെയാണ്? വാക്കിനെ കൊണ്ടാണ്. ചിലത് നമ്മൾ ഓർമ്മിച്ചിട്ടേ ഉണ്ടാവില്ല. നമുക്കത് ഓർമ്മയില്ല. നമ്മളിപ്പോ എന്തായാലും കളവ് പറഞ്ഞു കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഇത്രയും വയസ്സിൽ നമ്മൾ പറഞ്ഞ കളവുകളുടെ എണ്ണം നല്ല നിശ്ചയമുണ്ട്. ഇപ്പൊ ആയിരിക്കും ഒരാൾക്ക് നിശ്ചയമില്ല. വെറുതെ പറയാം, ഞാനൊക്കെ ഓർമ്മ പറയുമ്പോൾ സത്യം പറയാൻ ശ്രദ്ധിക്കാന്നല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോ ആ വാക്കുകളുടെ എല്ലാം എന്താ വരുന്നുണ്ട്? ഇതെല്ലാം ഇതിന്റെ ത്യാജ്യാംശങ്ങള്, ഗതികേടുകൾ നമ്മളെ പിടിക്കും. എന്നുവെച്ചാൽ അത്രയധികം ശുദ്ധമായിട്ടുള്ള ഒരു ദിക്കിലെ കൂടിയാണ്. അതായത് നമ്മള് നാഭി, ഹൃദയം, വിശുദ്ധി ചക്രം, കണ്ഠം. ആ കണ്ഠം വഴി പുറത്തേക്ക് എത്രയോ ദിക്കൽ റെക്ടിഫൈ ചെയ്തിട്ട് സ്വർണത്തിനേക്കാൾ വളരെ സ്വർണത്തിനേക്കാൾ ഗീർബാണ അതല്ലേ പറയുന്നത്. നമുക്ക് ബ്രാഹ്മണൻ എന്താ പേര്? വാക്ക് തന്നെ ബാണാന്നാ പറയുന്നത്. ഗീഹി ഗിരവ് ഗിരഹ. വാക്ക് തന്നെ ബാണായിട്ടുള്ളവനാണെന്താന്ന്? ഗീർബാണ. നമ്മുടെ പേരെന്ന വാക്കാന്ന്. പുനരാദ്യാനാം ഋഷീണാം പുനരാദ്യാനാം വാചമർത്ഥോനുധാവതി. എല്ലാവർക്കും അർത്ഥത്തിൽ കണക്കാക്കിയ വാക്ക്. നമ്മളതങ്ങനല്ല. നമ്മളെ വാക്കിന് വിശേഷം ജാസ്തിയുണ്ട്. നമ്മൾ പറയുന്ന വാക്കിന് അർത്ഥം നമ്മളെ വയ്യല് വരും. നേരെ റിവേഴ്സാന്ന്. സാധാരണക്കാർക്ക് അർത്ഥാലോചനയോട് വാക്ക് പറയാൻ നമുക്കത് വേണ്ട. നമ്മള് അർത്ഥം അറിയാണ്ട് വാക്ക് പറഞ്ഞാലും ആ വാക്കിന്റെ അർത്ഥം എന്താവും? അതിന്റെ പിന്നിലേക്ക് വന്നോളും. ഋഷീണ പുനരാദ്യാനാം വാചം അർത്ഥാനുധാവതി. വാക്കിന അർത്ഥം ഉണ്ടാക്കും. അതിന്റെ പിന്നിൽ വരുന്ന അർത്ഥം എല്ലാവർക്കും എന്താണ്? അർത്ഥത്തിന്റെ വയ്യിലെ വാക്ക് പോലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ? നമ്മൾ ഗീർബാണന്മാരാണ്. സൂക്ഷിക്കണം. അപ്പൊ അധികം നമ്മൾ വായി തുറക്കുമ്പോ അധികം സൂക്ഷിക്കണം എന്നർത്ഥം. എന്നുവെച്ചാൽ സാധാരണക്കാരൻ സൂക്ഷിക്കുന്നതിന്റെ 30 ഇരട്ടി സൂക്ഷിക്കണം. എന്തുകൊണ്ട്? ഇത്രയും ഇതെല്ലാം നമുക്ക് അറിയാം. ഏത് ചക്രത്തിനാണ് ഇത് ഉൽപ്പത്തി ആവുന്നതെന്നും ഏത് ദേവതയെ വർക്ക് ചെയ്യുന്നതെന്നും ഇതിലെത്ര പുണ്യപാപങ്ങൾ കൂടുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോ ഇത്രയധികം ശക്തിയുള്ള ഇത് ഹൃദയത്തില് പ്രാണൻ, വയറില് അപാനൻ, സമാനൻ എന്ന് പറയുന്ന പ്രാണയ ശബ്ദം നിൽക്കുന്നു. സമാന. ഈ സമാനം എന്ന് പറയുന്ന സാധനം അപ്പോ ചോദിക്കുന്നത് എന്തിനാണ് ഈ നാഭിയുടെ ആവശ്യം? ഒരു മനുഷ്യന് നാഭിയുടെ ആവശ്യം ശരീരത്തെ ഏറ്റവും മധ്യഭാഗത്തുള്ള നാഭി. അവിടെ
എല്ലാം കൂടി എന്താന്ന് വെച്ചാൽ അതിലെ കൂടെ നമുക്ക് ഭക്ഷണം എല്ലാം കിട്ടുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ആദ്യം ഈ പിണ്ടം 1-ാമത്തെ മാസത്തില് ശുക്ലശോണിത സംയോഗം കൊണ്ട് ഗർഭത്തിലുണ്ടായിട്ടുള്ള പിണ്ടം, ഈ പിണ്ടത്തിന് എന്താവുന്നത് വളരാനുള്ള സൗകര്യം കൊടുക്കുന്നത് ശരീരത്തിന്റെ മധ്യഭാഗത്ത് നാഭിയിൽ ഒരു കുഴൽ വഴിയാണ് ഭഗവാൻ നമുക്ക് ഈ സപ്ലൈ ചെയ്യുന്നത്. നമ്മളെ ജീവിക്കേണ്ട വായു ആയാലും വെള്ളമായാലും എന്തായാലും തിരക്കുള്ള ഇത് വളരണ്ടേ. ഈ വസ്തു 1-ാമത്തെ മാസത്തിൽ അത് ഗർഭമായി, 2-ാമത്തെ മാസത്തിൽ അത് ഒരു കട്ടി, ഒരു ഘനം പോലെയായി. ആ ഘനം എന്താവുന്നുണ്ട്, അതിന് കണ്ണ്, കാല്, മൂക്ക് എല്ലാം 3-ാം മാസം മുളക്കും. അപ്പൊ അംഗങ്ങള് മുളക്കണം. ആ മുളക്കുമ്പം അതെല്ലാം എന്താ പറയുന്നത്, അതാണ് പുരുഷനോ സ്ത്രീയൊക്കെ ആ സമയത്ത് മനസ്സിലാവുക. അപ്പൊ അതല്ല ഈ പുംസവനം ഇതൊക്കെ ആ സമയത്തല്ലേ കഴിക്കുന്നുണ്ട്. അപ്പോ ആ സമയത്ത് എന്തായി അംഗങ്ങൾ മുളക്കും. 4-ാമത്തെ മാസം എന്തായി അസ്ഥി, 5-ാമത്തെ മാസമാകുമ്പോൾ അത് തോല്, ചർമ്മൊക്കെ വരുന്നത്. അത് 6-ാമത്തെ മാസമാകുമ്പോൾ രോമങ്ങളെല്ലാം മുളച്ചു വരാം. അങ്ങനെ ഈ അതുവരെയുള്ള കാലത്തേക്ക് ഈ സമാന എല്ലാം കൂടി ഒന്നിച്ച് കൂട്ടി എന്തായാലും നമ്മള് ഒരു വഴിയിലേക്ക് കൂടി എല്ലാം നമുക്ക് കെട്ടി അവസാനം എന്തായി ഈ ഗർഭം പുറത്തേക്ക് വരുമ്പോഴും ഈ പൊക്ക് വഴിയാണ് നമ്മൾ എന്താണ് എല്ലാ ബന്ധങ്ങളും ആടങ്ങ് എന്തായിരുന്നു അവിടെ വെച്ചിട്ടാണ് കൊടിയേരിച്ചിട്ട് അവിടെ നിന്ന് ഭഗവാൻ തന്നെ കട്ട് ചെയ്തിട്ടാണ് എന്താക്കുന്നത് നേരെ പുറത്തേക്ക് വരും. അങ്ങനെ എന്തായി പിന്നെ നമുക്ക് എന്തായി ശ്വാസോച്ഛ്വാസം മൂക്കിലേക്ക് കൂടി കഴിക്കാം. അതിന്റെ ലെവലൊക്കെ നന്നായിട്ട് വരും. പിന്നെ എന്താ വേണ്ട, പിന്നെ അതിന്റെ ആവശ്യമില്ല, ആ നാഭിയിലേക്ക് വരുന്ന അതിന്റെ ആവശ്യം. അപ്പൊ ആടെയാണ്, അതാണ് അതുകൊണ്ടാണ് പേരിനെ വന്നത് നാഭി സമാനം എന്ന് പറയുന്ന ആ പ്രാണൻ അവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ അധിഷ്ഠാനം അവിടെയാണ് നിൽക്കുന്ന അർത്ഥം, സെന്റർ ഓഫ് ദ ബോഡി. ആടുതാന്ന് പുറപ്പെടുന്നത് നമ്മളെ കരച്ചിലായാലും ശബ്ദമായാലും പൂജ അവ്യക്തേ ശബ്ദേ, അവ്യക്തമായിട്ടുള്ള ശബ്ദത്തില് നമ്മൾ ആദ്യം പൂജ. ചെറിയ കോഴികളൊക്കെ എന്ന് വെച്ചാക്കുന്നില്ലേ, കോഴികളെല്ലാം ജനിച്ചപാട് കിക്കുന്ന അതുപോലത്തെ ശബ്ദം നമ്മൾ അവ്യക്തമായിട്ടുള്ള അതുകൊണ്ടാണ് പൂജ ധാതു തന്നെ വന്നില്ല. അവ്യക്തമായിട്ടുള്ള ശബ്ദത്തിൽ നമ്മൾ പ്രതികരിക്കാനുള്ള ശക്തി കേടുതാണ്ടാവുന്ന നാഭിനാണ്ട. അപ്പോ അത്രയധികം വിശേഷമുള്ള സ്ഥലം എന്തെന്ന് അനാവശ്യം നമുക്ക് തോന്നുന്ന നാഭിക്ക് അത്രയധികം എന്തുണ്ട്, നമ്മുടെ കണ്ണ് മൂക്കെല്ലാം പോലെ തന്നെ എന്തുണ്ട് അതിന് അതൊരു അത്ര വർക്കെടുക്കുന്ന ഒരു വസ്തുവാണ് എന്തെന്ന് നമ്മളെ നാഭി എന്ന് പറയുന്നത്, സെൻട്രൽ പാർട്ട് ഓഫ് ദി ബോഡി. അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ഈ ശബ്ദത്തിന്റെ നമ്മുടെ സംസാര ശക്തി. മനുഷ്യ മാത്രമല്ലേ ഉള്ളൂ, ബാക്കി പ്രാണിക്കൊന്നില്ലല്ലോ. ാനോ കരയാനോ അല്ലെങ്കിൽ അതിന്റെ ആശയവിനിമയം അതേപോലത്തെ പ്രാണികൾ, ഒരു പട്ടി അതും സമാന പ്രാണെന്നാണ് ഭൗ എന്നൊക്കെ ആക്കുന്നത്. പക്ഷെ എന്തായി അതിന് അത്രയ്ക്ക് ആവുള്ളൂ, ആ ഒരു ശബ്ദത്തിന് പുറപ്പെടുവിക്കാനാവുള്ളൂ. നമ്മളെ പോലെ ടോണും വീണും നേരാക്കാനൊന്നും അതിന് കൊണ്ടാവില്ല. അപ്പോ അത്രയധികം എന്തുണ്ട്, അത് കുയിലായാലും അത് ഒരു വിധത്തിൽ പാടുന്നത്. ആ കുയിലിന്റെ പാട്ട് നമ്മൾ കേട്ട് അനുകരിച്ചിട്ട് ഈ പഞ്ചമം തേടും കുയിലിനാഥ് ആ പാട്ടങ്ങനെ ആക്കുന്നതാണ്. അത് ആ പഞ്ചമത്തിൽ സെറ്റാക്കുന്നതാണ്, നമ്മളാ സെറ്റാക്കുന്നത്. കുയില് പഞ്ചമം ആക്കിയത് അത് അതിന്റെ ശബ്ദം മയില്, കുയില്, ഋഷഭം, ഇങ്ങനെയുള്ള ഈ സപ്തസ്വരങ്ങൾക്ക് പ്രാണികളൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ അതായിട്ട് നമുക്കൊരു എന്താ പറയുക സാമ്യമുണ്ട്, കേട്ട് മനസ്സിലാക്കാൻ ഉപയോഗിക്കണം. അതിന് ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പോ മനുഷ്യന് മാത്രമേ എന്തുള്ളൂ, ഈ സമാനം എന്ന് പറയുന്ന വായുവിൽ നിന്ന് ഇത്രയധികം എന്താ പറയുക ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങള് ആംഗ്യം കൊണ്ടായാലും ഏത് തരത്തിലായാലും ഈ ശബ്ദങ്ങൾ ഉണ്ടാക്കാനുള്ള അത് വർണ്ണത്തിന്റെ പ്രപഞ്ചത്തില് അതിന് സ്വരമെന്നും വ്യഞ്ജനെന്നും ഇത്തരത്തിൽ വ്യവസ്ഥയൊക്കെ വെച്ച് അതിന് 14 സൂത്രങ്ങളൊക്കെ ആക്കി ആ പ്രയത്നം ഹൃദയത്തില് പ്രാണൻ, അപാനൻ, അതുപോലെ പ്രാണായ സ്വാഹ, പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ. വ്യാനം എന്ന് പറയുന്നത് സമാനൻ, നാഭിയിലെടുക്കുന്നതാണ് സമാനം പറയുന്നത്. ഹൃദി പ്രാണ ബുധേ അപാന സമാനോ നാഭി സംസ്ഥിത, നാഭി ഉള്ളതാണ്. ഉദാന കണ്ഠദേശസ്ഥോ, പിന്നെ അതെന്ത് വരുന്നത് ഉദാനം. വ്യാന സർവശരീരക, ഈ പൾസ് ഇതൊക്കെ എന്താണ് 5-ാമത്തെ പ്രാണനാണ്. ഈ പൾസ് ഇവിടെ കിട്ടുന്ന ഇതെല്ലാം നമ്മളെ ശരീരത്തിലിടുന്ന ഈ അത്യാവശ്യം നാടി വിളിപ്പ് ഇതെല്ലാം ആദ്യം എന്താന്ന് വെച്ചാൽ സംഭവിക്കാതെ നമുക്ക് ഇങ്ങനെയല്ലേ. ആദ്യം പ്രാണോത്പത്തി മുതൽ വ്യാനൻ, അതാണ് വ്യാനൻ വരെ പ്രാണ അപാന വ്യാന, പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ. അങ്ങനെ നമ്മളെ ഇതില് വൈദികത്തിലുള്ള ക്രമത നമ്മളെ സമാനനാണ്. അതുകൊണ്ടാണ് അതിന് എത്ര വന്നേ. ഇവിടെ നോക്കോ, ഈ ശാസ്ത്രം പറയുന്നത് നേരെ ലേശം വ്യത്യാസമുണ്ട്. നമ്മൾ സ്വാഹാകാരം പ്രാണായ സ്വാഹ അത്യാവശ്യമാണ്. അപാനായ സ്വാഹ തിന്നാണ് വഴിയെടുക്കാനാവല്ലോ. വ്യാനായ സ്വാഹ സർവ്വശരീരത്തിലേക്ക് എത്തേണ്ടത്. ആ സാധനം കഴിച്ചിട്ടുള്ളത് വസ്തു എനർജിയായിട്ട് എത്തണല്ലോ. പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ. പിന്നെ അതെന്ത് അടുത്താണ് ഉദാനായ സ്വാഹ.
പിന്നെയാണ് അടുത്തത് സമാനായ അത് അടുത്ത ജന്മത്തെ കൂടിയായി. ഈ സമാനം എന്ന് പറയുന്നത് എന്തായി? അടുത്ത ജന്മത്തെ കൂടിയായി. ഈ നെയ്ത് കഴിക്കുന്നതിന് പുണ്യം എളുപ്പവും സമാനം എന്ന് പറയുന്നത് അടുത്തതിലെ കൂടി ആയില്ലേ? ആ വഴി തന്നെ പോണ്ടത്. അപ്പോ ഇവിടെ പ്രാണഹ അപാന പ്രാണ അപാന ഹൃദിപ്രാണേ ഉദയപാന സമാനോ നാഭിസംസ്ഥിത ഉദാന കണ്ഠദേശസ്ഥോ വ്യാന സർവശരീരക. അപ്പൊ എന്തായി? ഇവിടുത്തെ ക്രമം എങ്ങനെയൊക്കെ? പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, അങ്ങനെയാണ് ഈ ക്രമം വരുന്നത്. ഈ ക്രമത്തില് പ്രാണോത്പത്തി, പ്രാണൻ ആദ്യം ഇതിങ്ങനെ ഈ ക്രമത്തിലാണ്. പ്രാണൻ, അത് കഴിഞ്ഞ അപാനൻ, ഇത് കിട്ടണ്ടേ? ഫീഡിങ് നാഭിയിൽ വഴി കിട്ടുന്നുണ്ടല്ലോ. പിന്നെ പ്രാണൻ, സമാനൻ, അതിനെന്ത് കിട്ടണം? ബലം കിട്ടണം. അവിടെയാണ് ഇതിന്റെ ഈ ശ്വാസോച്ഛ്വാസമൊക്കെ ഗർഭത്തിലേക്ക് കയറി പോകുന്നുണ്ടോ എന്നാലും നോക്കുന്നത്. ഈ പൊക്കൽക്കൊടി വഴിയാണ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ എന്തായി? അത് കഴിഞ്ഞിപ്പോ ഉദാന കണ്ഠത്തില് നമുക്ക് വന്നു ഈ പ്രാണോത്പത്തി മുതലേ ഇതുവരെ ഭാഗം, പ്രാണോത്പത്തി മുതലേ സർവശരീരത്തിൽ എത്തുന്നതാണ്. ആദ്യം വന്ന് ഈ പൾസ് റേറ്റ് കുറയും. അത് കഴിഞ്ഞാലോ പ്രാണ, അപാനൻ, സമാനൻ, ഉദാനൻ. പൾസ് റേറ്റ് കുറയിട്ട് പിന്നെ എന്തായി? പിന്നെ വർത്തമാനം പറയാനല്ല, ഉദാന പ്രാണ രണ്ടാമത് പിടിക്കുന്നത്. അങ്ങനെ ഉദാന പ്രാണൻ എന്തായി? വർത്തമാനം ഒന്നും പറയാൻ പറ്റാണ്ടായി. അത് കഴിഞ്ഞ് എന്തായി? സമാനൻ, ഈ നാഭിയിലടുത്തെ കൂടെ എന്ത് വരും? ദേശം വരാനുണ്ടാവാനും വേറൊരിടത്ത് വരാനുണ്ടാവാനും ഒരു സാധാരണ നോർമൽ വൃത്തിയുടെ ഇതാ പറയും. അപ്പൊ എന്തായി? സമാനനിലേക്ക് എത്തി. സമാനം കഴിഞ്ഞിട്ടോ പിന്നെന്തായി? പിന്നെ മൂക്കിലെ കൂടി കുഴലിടാനാവും. അപാനൻ വർക്കാവാണ്ടായ ഓറഞ്ചിന്റെ ഉള്ളിൽ മൂക്കിലെ കൂടി കുഴലിട്ടിട്ട് കുറെ വരാനാക്കാം. പിന്നെ അതും വേണ്ടാവും, പ്രാണനും പോയി. അപ്പോ ഈ ക്രമത്തിലാണ് പ്രാണൻ, പ്രാണഹ, അപാനഹ, സമാനഹ, ഉദാനഹ, വ്യാനഹ. ഇങ്ങനെയാണ് ക്രമത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ പോകുന്നത് എങ്ങനെയാണ്? വ്യാനൻ പോയി ഉദാനൻ, അതുപോലെ തന്നെ സമാനൻ, അപാനൻ, അത് കഴിഞ്ഞിട്ട് പ്രാണൻ. അപ്പോ വൈദികത്തിലുള്ള ക്രമം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്നതും മറ്റേ ക്രമം എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ പോലെ ഒരു ഉത്പത്തി മുതൽ സൃഷ്ടിസ്ഥിതി സംഹാരം മുതൽ അങ്ങനെയാണ് അതിൽ പറയുന്നത്. ഹൃദിപ്രാണ ഹൃദയപാന സമാനോ നാഭിസംസ്ഥിത ഉദാന കണ്ഠദേശസ്ഥോ വ്യാൻ. എന്നുവെച്ചാല് ഈ വാദവും ശബ്ദവും തമ്മിൽ അത്രയധികം ബന്ധമുണ്ട് എന്നർത്ഥം. അതാ പറഞ്ഞുകൊണ്ട് വരുന്നത്. വാദവും ശബ്ദവും തമ്മിൽ അത്രയധികം ബന്ധമുണ്ട്. നമ്മൾ പറയുന്ന വ്യവഹരിക്കുന്ന വാദം എന്താ? മനാവസ്ഥയാണ്. കൈ അനക്കാൻ പറ്റത്തില്ല, വാദം വന്നു. മറ്റേ മനാവസ്ഥയാണ് വാദം എന്ന് പറയുന്നത്. വ്യവഹാരത്തിലുള്ള വാദവും പരമാർത്ഥത്തിലുള്ള വ്യാപനം തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അജഗജാന്തരം വ്യത്യാസമുണ്ട്. അതൊരു സിസ്റ്റമാണ്, നെർവസ് സിസ്റ്റം എന്ന് പറയും. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഈ നാഡീ വ്യവസ്ഥ കൃത്യമായിട്ടുണ്ടെങ്കിലേ ഈ വായുക്കളെല്ലാം എന്താവുള്ളൂ? വർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ അർദ്ധിതം എന്ന് പറയുന്നത് ഒന്നും ലേശം വീടെല്ലാം കൂടി വർത്തമാനം ആയിപ്പോട്ടെ, നമുക്ക് എന്താ പറയാൻ വർത്തമാനം പറയാൻ പറ്റാണ്ടായിപ്പോ. ഈ നാവ് ഇത് ഇത്ര കൃത്യമായി അത് ആ സ്ഥാനത്ത് കൊണ്ട് തട്ടി അത് കൃത്യമായ സ്ഫുടതയോട് കൂടിയിട്ട് പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് വേണം? അത്രയധികം എന്താവണം? ആ സിസ്റ്റം പെർഫെക്റ്റ് ആവണം എന്നർത്ഥം. നമ്മൾ ഊണയിക്കുന്നത് പോയോ ആ സംഭവം എങ്ങനെയാണ് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ നിന്ന് പലതും നമുക്ക് നടത്തിപ്പോവാം. ഇപ്പൊ ചില കയ്യില്ലാത്ത വണ്ടി ഓടിച്ച് ലൈസൻസ് കൊണ്ട് കുറെ അത്ഭുതം വരുന്നുണ്ട്. അതെല്ലാം അത് സാധ്യമാർത്ഥം. അക്ഷരം സാധ്യ അക്ഷര അങ്ങനെ എന്താ പറയുക, ഇത് ശരി പറഞ്ഞൊന്നും സംഭവിക്കില്ല. അതൊന്നും പോയാൽ പോലെ തന്നെയാണ്. ഈ ശബ്ദം ഉണ്ടാക്കുന്ന ആ നെർവിന് പറ്റി വന്നാൽ എന്താ അത് പോയത് പോയതാണ്. അത് നമുക്ക് നേരെയാക്കാനാവില്ല. ചില ആൾക്കാർക്ക് അക്ഷരയെ പുറപ്പെടാത്ത മഹാന്മാരല്ലേ, പുറപ്പെടുന്ന ഓനെ കൊണ്ട് ഭസ്മക്ഷസ്മപ്സി ത്രികോഷ്ണാസ്മസ്മപ്സി എന്ന് പറയിപ്പിക്കണം. അങ്ങനെ പറഞ്ഞു ശരിയാക്കണം അർത്ഥം. അകാരം മുതൽ ക്ഷകാരം വരെ നിത്യം ചൊല്ലിക്കുക. എന്നിട്ടോ ദിവസവും പറയിപ്പിക്കുക. ഭസ്മ ക്ഷസ്മ സി ഭസ്മക്ഷസ്മപ്സി
ത്രികോഷ്ണാസ് അപ്സി എന്ന് പറയും. അങ്ങനെ പഠിച്ചാൽ എന്തായി ശരിക്കും ഒരുവിധം പുറപ്പെടാത്ത അക്ഷരങ്ങളെല്ലാം എന്താവും പുറപ്പെടുവിക്കാം. അങ്ങനെ അങ്ങനെ കൃത്യത അക്ഷരങ്ങളെ കൃത്യത പുറപ്പെടാത്തവരെ പുറപ്പെടുവിക്കണം. അതിന് ഈ പലതരത്തിലുള്ള പരിഹാരങ്ങൾ പറയുന്നതിൽ തുളസി തീർത്ഥം വലിയ വിശേഷമായിട്ട് പറയുന്നത്. സാളഗ്രാമ തീർത്ഥം അത് ഞാൻ ഈ അടുത്ത ഇതിലേക്ക് നമ്മുടെ ഹോമത്തിന്റെ ഭാഗം പറയാം. ധാരണാ സരസ്വതി ജപം, അതിൽ തന്നെ ഈ ഗണപതിരതും മറ്റേ ദുർഗരതെല്ലാം മന്ത്രങ്ങളുണ്ട്. ഐം ക്ലീം സൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അതില് ബീജാക്ഷരങ്ങളോട് കൂടിയിട്ടുള്ള അത് നമ്മളെ ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗ ഗം ഗണപതിരത്. ഇത് ശാസ്ത്രത്തിലും മറ്റേ നമ്മുടെ ശക്തത്തിലൊക്കെ ഐ ക്ലീംസ് 3 അതില് ഗണപതിരത് ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗ ഗം ഇത്രയധികം ഉണ്ട്. ശ്രീം ഹ്രീം ഗ്ലൗ ഗം 5 പ്രാണനും കൃത്യമായിട്ട് ഇതുണ്ട്. ഈ ബീജാക്ഷരങ്ങളുണ്ടായി അത് ആദ്യം വരുമ്പോൾ പറയാം. അപ്പം ഇത്രയധികം വന്നിട്ട് ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നതാണ് അടുക്കൽ അതിനെ നേരെയാക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം, നേരെ വെക്കണം. വിദ്യാരംഭം മുതൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നേരെയാക്കിയിട്ട് കൊണ്ടുവന്ന് അതിന് മര്യാദ കാട്ടിയില്ലെങ്കിൽ എന്താവില്ല, അത് ശരിയാവില്ല. അതിന് പലതരത്തിലുള്ള സ്വർണവും വയമ്പും തേച്ചു കൊടുക്കലുണ്ട്. കുട്ടിക്കാലം പോലെ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് എന്തായി ധാരണാ സരസ്വതി ജപിച്ചിട്ട് തീർത്ഥം, സാളഗ്രാമ തീർത്ഥം, തുളസി തീർത്ഥം കൊടുക്കല്, അങ്ങനെ തേനും പയമ്പും കൂടി കൂട്ടി കൊടുക്കൽ, അങ്ങനെ പലതരത്തിലുള്ള മന്ത്രത്തോട് കൂടിയിട്ടുള്ള ഇത് ദുർഗാ ഇതിന്റെ പഞ്ചാക്ഷ ഇതിന്റെ നമ്മുടെ പഞ്ചദുർഗ മന്ത്രം കൊണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗണപതിയരത് അതാണ് നമ്മളെ സബ്ജക്ട് അതാണല്ലോ. ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗ ഗണപതി അങ്ങനെ വരും. അത് ഉത്തക്ഷപുരുഷകർ ഹരിപിങ്കള ഗണപതിയുടെ പദം തന്നെയാണ്. ഹരികളാക്ഷ ധനധാന്യ സമൃദ്ധ്യമേ, ഇത് നല്ലോണം തിന്നുന്ന ദേവതയാണ്, അതുപോലെ പഠിക്കുന്ന ദേവത, 2 ഇപ്പോ ഇതിലുള്ള ബീജാക്ഷരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയധികം പ്രാണൻ 5 പ്രാണൻ. ഈ 5 പ്രാണന ഇത് വേണം നമ്മൾ കൃത്യമായി ഇത് വേണം. അത് പ്രാണനായാലും അപാരനായാലും ജ്ഞാനനായാലും ഈ 5 പ്രാണൻ ഒരേ ലെവലിൽ സിസ്റ്റത്തിനാ നേരെ മര്യാദക്ക് പിടിക്കുന്നത് കൈയോട് എടുത്തൊക്കെ എന്ത് കിട്ടുള്ളൂ എന്നൊക്കെ. ദിസ് ഈസ് ദ പോയിന്റ്. അത് എന്ത് ചെയ്യാൻ അവിടെ പറയാൻ പറ്റുന്നത്. അപ്പോ അതിനെന്ത് വേണം, സാധാരണ ബുദ്ധി മാത്രമേ വേണ്ടു. അതിനെന്തേ വേണ്ടു, ബുദ്ധി മാത്രമേ വേണ്ടു, വേറൊന്നും വേണ്ട. അതിന് ആ ബുദ്ധി നന്നാവാൻ അതിനാണ് ഗായത്രി ജപിക്കുന്നത്. ധിയോ യോന പ്രചോദയാ നഹാ ധിയഹ സോറി നഹാ പ്രചോദയാൻ. ആ ബുദ്ധികൾ നമുക്കത് വേണം, നമുക്കെന്ത് വേണം, അത് ഉദിക്കണം, നന്നായിട്ട് വരണം. അങ്ങനെ പ്രാർത്ഥന. ശിവനായ സൂര്യനെ ഉദ്ദേശിച്ചിട്ട് പ്രകാശ സ്വരൂപനായിട്ട് സൂര്യനെ ഉദ്ദേശിച്ചിട്ട് ആദ്യ ബുദ്ധി നന്നാവണം. ബുദ്ധി നന്നായിടത്തോളം ഇങ്ങനെ കാര്യങ്ങൾ ശരീരത്തിൽ ഇത്രയധികം പ്രാണ ബാക്കിയുള്ള അതിന്റെ അധിഷ്ഠാനങ്ങൾ നന്നാവണം. ഹൃദയം, വയറ്, കണ്ഠം, സർവ്വശരീരത്തിലുള്ള എല്ലാ ഭാഗവും ഇല്ല. ചിലർക്ക് കൈ കെട്ടിയിട്ട് ഒരു എന്റെ വായു വർത്താവുന്നു. കൈ കെട്ടിയിട്ട് 1 മണിക്കൂർ ചോദിച്ചോത്തരവില്ല. കൈയില്ലാണ്ട് ഞാൻ അങ്ങനെ ശീലിച്ചു പോയി. ഞാൻ മാറ്റാനാവില്ല. കൈ കെട്ടിക്കോ 1 മണിക്കൂർ അപ്പോ ഇതില് പ്രവർത്തിക്കുന്നത് ഇന്ദ്രിയങ്ങള്, ബ്രഹ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം വേണം ഒരേപോലെ. ഈ 5 പ്രാണങ്ങളോട് കൂടിയിട്ട് എന്ത് വേണം, നേരെ മര്യാദക്ക് പ്രവർത്തിച്ചെങ്കിലേ എന്ത് കിട്ടുള്ളൂ, ഈ അക്ഷരദേവത നമ്മുടെ കൈമിലേക്ക് വശമതാവുക. അങ്ങനെ ഈ അക്ഷരദേവന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അക്ഷരദേവതേന നമുക്കെന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വശത്തെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള ഈ അക്ഷരദേവത നിലനിൽക്കുന്നു. അതില് മൂലാധാരം മുതല് ആഭീര ചുറ്റും വേണ്ടുന്ന ആധാരമുണ്ട്. അവിടെ ഇരിക്കാനും നിൽക്കാനും അതുപോലെ നമ്മുടെ സകല നമ്മുടെ ശരീരത്തിന്റെ നാഭീര മേലുള്ളത് അതാണ് മേധ്യം എന്ന് പറയും. അതിന്റെ ചുവട്ടിൽ എന്ത് പറയും, അമേധ്യം എന്ന് പറയും. അവിടെ നമുക്ക് പീഠമാണ് മേലിൽ ആദ്യം ആധാരം ഇരിക്കാനോ നിൽക്കാനോ അല്ലെങ്കിൽ അതിന്റെ ആ സീറ്റിംഗ് ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ
നമ്മൾ പഠിക്കുക പരമാസനത്തില് അല്ലെങ്കിൽ സാധാരണ നേരിരിക്കുക കസേര കഴിഞ്ഞാൽ അടുത്തെന്താണ് ഈ അഗ്നിയിലേക്ക് വരണം. മഹീമൂലാധാരേ കമമണിപൂരേ ഹുതമഹം സ്ഥം സ്വാധിഷ്ഠാനേ ഹൃതിമൃതമാരി മനോപി ഭ്രൂമധ്യേ സകലമവിപ്താപുരപ്പ സഹസ്രാരമേ ശൈവത്തെ സഹസ്രാരമേ ശിവനും പാർവതിയും എങ്ങനെയൊക്കെയാണ് അവിടെ ഉള്ളത് സൗന്ദര്യയിലെ ചർച്ചയുണ്ട്. അപ്പോ അതായത് ഒരു ഭാഗത്ത് കാണും നല്ല ശിവം സമാധാനമാണ് അത്രയേ ഉണ്ട്, മംഗളകാരിയായിരിക്കും. മറ്റേ ഭാഗത്ത് എന്ത് വേണം? ശക്തി. അതിന്റെ ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. സമാധാനമായി പിന്നെ തരത്തിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ നൽകാൻ പോകുന്നില്ല. പിന്നെ നമുക്ക് സഹായം ഇല്ല, ആവശ്യമില്ല, ഒരാവശ്യമില്ല. നമ്മൾ ശക്തി ഈ നമ്മളെ ആയുധത്തിനല്ല ഉപയോഗിക്കേണ്ടത്, ലഹളക്കല ഉപയോഗിക്കേണ്ടത്, നമ്മുടെ വിദ്യക്ക് കൊണ്ട് ഉപയോഗിക്കണം. ആ വിദ്യക്ക് ഉപയോഗിക്കാൻ എന്ത് വേണം? ഈ ശിവനെയും ശക്തിനെയും കൂടി യോജിപ്പിക്കണം. അതാണ് അഗ്നി അഗ്നി സ്ഥിതം സ്വാധിഷ്ഠാനെ ഹൃതികൃതമായ ഈ പ്രാണൻ വായുവേ ആകാശമുപരി മനോഭ്രൂമധ്യേ ഇവിടെ എന്താണ് മനസ്സ് രൂപത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ചക്രമുണ്ട് നമ്മൾ, അതാണ് നമ്മുടെ മുഖം നോക്കുന്നുണ്ട്. നമ്മുടെ മുഖം മനസ്സിന്റെ കണ്ണാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഇത് വരുന്നുണ്ട്. അപ്പോ ഈ ആറ് ആധാരങ്ങളില് ഷഡാധാരങ്ങളില് എന്ത് പറയുന്നുണ്ട്? ഈ ശബ്ദങ്ങളെല്ലാം എന്ത് വരുന്നുണ്ട്? ഓരോ ദിക്കിൽ എന്താകുന്നുണ്ട്? ഈ ദേവതയുടെ സാന്നിധ്യത്തോട് കൂടിയിട്ട് അത് ആടെല്ലാം സ്പർശിക്കുന്ന അർത്ഥം. അപ്പോ സിസ്റ്റത്തില് വാദം എന്ന് പറയുന്ന സിസ്റ്റം, അതായത് നമ്മുടെ നാഡീ വ്യവസ്ഥ, ആ നാഡീ വ്യവസ്ഥ ഹൃദയം, അതായത് സഹസ്രാര പത്മത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ആജ്ഞാചക്രം, വിശുദ്ധി ചക്രം, കണ്ഠത്തിനാ വിശുദ്ധി ചക്രം, അതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധി, അനാഹതം, മണിപൂരം, സ്വാധിഷ്ഠാനം, മൂലാധാരം, ഇത്രയും ചക്രങ്ങളിലാവുന്നുണ്ട്. ഈ ഇടുന്ന് വരുന്നത്, അതായത് മൂലാധാരം നമ്മൾ ഇരുന്നേ നേരെ മേലോട്ട് ഇത്രയധികം നമ്മൾ ആവാഹിക്കും കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ആവാഹന എന്ന് പറയുന്ന അതാണ് ഈ അക്ഷരത്തിനെയും നമ്മളെന്താ ചെയ്യുന്നത്? ശരിക്കും ഇങ്ങനെ നമ്മൾ ചായ കാപ്പി പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവിടെ ഇത്രയ്ക്ക് പ്രവൃത്തികൾ നടക്കേണ്ടത് അർത്ഥം. ഞാൻ ഈ ബാഹ്യപ്രയത്നം ആഭ്യന്തര പ്രയത്നവും പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ വിഷമിക്കുന്നത്. എന്ന് വെച്ചാല് ഈ നെർവ് സിസ്റ്റം, 5 പ്രാണൻ, 6 ആഹാരങ്ങൾ, ഇതൊക്കെ എന്തുണ്ട്? ഇവിടെയെല്ലാം എന്ത് വരുന്നുണ്ട്? ഇവിടെയൊക്കെ ഈ ശബ്ദത്തിന്റെ ധർമ്മം ആടിൽ നിന്ന് പ്രവർത്തിച്ചിട്ടാണ് എന്ത് വരുന്നത്? അവസാനം ഈ നാവിന്റെ തുമ്പിന്റെ പ്രത്യേക അത് വരുന്നത്. അത് വലിയ പണിയുണ്ട്, നമ്മൾ വിചാരിക്കുന്നില്ല, നല്ല അധ്വാനമുണ്ട്. അത്തരത്തിലെത്തി ആ ലെവലിൽ അത് എത്തിയിട്ട് എന്ത് ചെയ്യണം? നമ്മളത് കേൾക്കണം. ആ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് നിർഭയായിട്ട് കേൾക്കണം. ചിലർ പറയുന്ന ഹാസ്യത്തിനുണ്ട്, ഇതുണ്ടല്ലോ, നമ്മളെ നമ്മൾ ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ചിലരുടെ പ്രസംഗത്തിന് അതിൽ ആ വാക്കിന്റെ ശക്തിയുണ്ട്. അതേ പറഞ്ഞാല് അങ്ങനെ ജനങ്ങൾ കേൾക്കുന്നില്ല, നിർബന്ധമില്ല. അതേ വാക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഉണ്ടാവില്ല. മേരെ പ്യാരെ ദേശവാസിയോ നരേന്ദ്രമോദി പറയുന്ന പോലെ ഞാൻ യിരിക്കുന്നവരെ ഞാൻ ഹൃദയം പറഞ്ഞു തന്നെയാണ്. പ്യാരെ ദേശവാസിയോ ഭായിയോ ബഹനോ എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നെ. എന്നെ ഇയാളൊന്ന് മിമിക്രിക്കാരെന്ന് പറയാം, അതേ ഉള്ളൂ. എന്നാ നരേന്ദ്രമോദിയുടെ ലെവലിൽ എന്നെ എത്തിക്കില്ല. എന്തുകൊണ്ട് സത്യം പറയുന്നുണ്ട്. ആ വാക്കിന് എന്തുണ്ട്? അത്ര സ്ട്രോങ് ഉണ്ട്. ഇന്ദിരാഗാന്ധി എന്ത് പറഞ്ഞാലും അവരുടെ കയ്യിൽ വെച്ചിട്ട് പ്രസംഗിക്കുന്ന ഗാന്ധി, മഹാത്മാഗാന്ധി കണ്ട് അങ്ങനെയുള്ള മഹാന്മാരെ ഇത്രയധികം വന്നിട്ടുണ്ട്. രാത്രിയില് ശിവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉറക്കത്തിലും പതിയുന്നുണ്ട്. ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വർക്ക് ചെയ്യേണ്ടതാവില്ല. നാളെ ഇത് പറയുന്നത് അവര് ശിവൻ പാർവതി ഇന്നലെ എല്ലാം കഴിഞ്ഞു. തുടങ്ങണം. ഈ
നമ്മളിപ്പോ തലേന്ന് സംഘടിപ്പിച്ച് വെച്ചിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഒരു മാസം മുമ്പേ അല്ലെങ്കിൽ ഒരു കൊല്ലം മുമ്പേ അല്ലെങ്കിൽ നമ്മളുടെ ഓർമ്മ വെച്ച കാലം മുമ്പ് അങ്ങനെ കണക്കൂട്ടാണ്. അതെല്ലാം സൂക്ഷിക്കുന്ന ഒരു പേരിടാം. സെറിബ്രം, സെറിബെല്ലം, മെഡുല, സുഷുമ്ന, പല വിധത്തിലുള്ള പേരുകളുണ്ട്. അന്നത്തെ രാമനാമ രാജാവ് രാജാവ് ഉണ്ടായിരുന്നു. ത്തിലുള്ള കാര്യം വരെ നമ്മൾ സൂക്ഷിക്കുന്ന ആ സൂക്ഷിക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ പഴയ ഇന്റർപ്രറ്റ് ചെറിയ സാധനത്തിനുള്ള അതുകൊണ്ടാണ് ദൈവത്തെ വിശ്വസിക്കുന്നതാണ്. ഞാൻ ദൈവത്തിനെ വിശ്വസിക്കുന്നു ഇല്ലേ? നിങ്ങൾ ആലോചിച്ചോട്ടെ, ഒരു കിഡ്നി നമ്മൾ വാർത്ത വിശദാനങ്ങൾ ഒരു വലിയൊരു 600 സ്ക്വയർ ഫീറ്റ് റൂമാണ് വേണ്ടേ? അങ്ങനെ ഉണ്ടാക്കിയ ഡയാലിസിസ് വെച്ചിട്ട് മറന്ന് കിടന്ന ഈ രക്തം മുഴുവൻ എടുത്ത കൊണ്ടുപോയി മാറ്റി വേണ്ടേ? അതന്നെ സ്ഥിരാവൂല. ഒരാഴ്ച കഴിഞ്ഞ വീണ്ടും ദൈവം തരുമ്പോ ഒരു അരക്കൊടിയുടെ വലുപ്പത്തിൽ സാധനം തന്നിട്ടില്ല. മനുഷ്യനെ രക്ഷിക്കാനാവില്ല. ദൈവം തന്ന പ്രമാണം നമ്മുടെ ഹൃദയമുള്ള നമ്മുടെ മുസ്ലിം അതാണ്. ആ പണി മുഴുവൻ ഇത്ര വലിയ റൂം, വലിയൊരു മിഷണറി പണി ഈ സ്ഥാനം എടുക്കുന്നുണ്ട്. അത് എത്ര കൊല്ലം നമ്മൾ സ്ഥാനം ഗോഡ്സ് ക്രിയേഷൻ പറഞ്ഞാൽ അത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആ ദൈവത്തിന്റെ സൃഷ്ടിക്കുന്നില്ല, അതിന് പകരം വെക്കാൻ പറ്റുന്നില്ല. അതുപോലത്തെ സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത്രയും വലിയ സ്ഥിരീകരണം സാധനം വേണം. അതിന് എത്രയും കാലം നിൽക്കൂല. നിങ്ങളിപ്പോ കമ്പ്യൂട്ടറിന് ഹാർഡ് ഡിസ്ക് പോയാൽ മുഴുവൻ പോയി. റിക്കവർ ചെയ്യാൻ അത് വെള്ളത്തിൽ പോയാൽ പോയില്ലേ? നമ്മളത് വെള്ളത്തിൽ പോയാൽ പോകുന്നില്ല. മുന്നിൽ കുളിച്ച് വന്നിട്ട് കുളിച്ച് വന്നാൽ പോയാലും ഉഷാറാക്കാം. എടുക്കാം, ട്രയലെടുക്കാൻ എടുക്കൂലേ? കമ്പ്യൂട്ടർ ഹ്യൂമൻ ബ്രെയിൻ ഒക്കെ കമ്പ്യൂട്ടർ നമ്മള് ഹ്യൂമൻ അങ്ങോട്ട് കൊടുത്തതേ കമ്പ്യൂട്ടർ എത്തുന്നില്ല. അതേ പറയുന്നത്. അപ്പോ ആ ബ്രെയിൻ എന്ന് പറയുന്ന സാധനത്തിൽ വരുന്ന സഹസ്രാരേ പത്മേ സഹരഹസി പത്യാഭിഹസ്യ. രഹസി പത്യാപത്യ സഹ ഭവതി വിരഹസ്യ. അത് ആ സ്ഥലത്ത് ഈ ശക്തി എപ്പോഴും നമ്മൾ ഉറങ്ങിച്ചാലും എന്തുണ്ട്? ഗോഡ്സ് ക്രിയേഷൻ. അപ്പൊ അതാണ് ഞാൻ ദൈവത്തെ സൃഷ്ടിക്കുന്നത് പലപ്പോഴും നമുക്ക് അങ്ങനെ പലർക്കും വിശ്വാസം ഉണ്ടാവും. ഉണ്ടാക്കുന്നില്ലേ? നമുക്ക് ചിന്തിക്കാനാവോ? അതൊന്നും അങ്ങനെ അതൊന്നും ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഇതുവരെ നിശ്ചയമായി കണ്ടുപിടിക്കാൻ പറ്റില്ല, സാധിച്ചിട്ടില്ല. സോ ഐ ബിലീവ് ഇൻ ദി ഗോഡ്. നിശ്ചയം വിശ്വസിക്കുന്നു. അങ്ങനെ നമുക്ക് അങ്ങനെ സംശയമില്ല. ദൈവം നമുക്ക് സംശയം എന്നുകൊണ്ട് നമ്മൾ ഇതിന്റെ ഡെപ്തിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇത്രയും ഈ ആധാരങ്ങളിൽ ആധാരങ്ങൾ ഇതെല്ലാം ആധാരമാണെന്ന് അറിയുന്ന എല്ലാവർക്കും ഈ ആധാരങ്ങളുടെ പേരെല്ലാം അറിയുന്നതാണ്. പക്ഷെ നമ്മളിത് അപ്ലൈ ചെയ്താണ് എത്രയുണ്ട്. ഈ ഇത്രയും വീട്ടിൽ നിന്ന് നമ്മൾ മേലെ മൂർത്തിയിലേക്ക് എത്തിയാണ്ടായി. പീഠത്തിൽ നിന്ന് മൂർത്തിയിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളെന്തായി? നമ്മള് കുറച്ച് വളർന്നു. ആ ശബ്ദമെല്ലാം നമ്മളെ സൂക്ഷിച്ച് വെക്കാൻ പഠിച്ചു. ആ മൂർത്തി എന്ത് ചെയ്യുന്നത്? നമ്മളെ വേണ്ട പോലെ അത് എടുക്കാനും വെക്കാനും കൊടുക്കാനും ദേഷ്യം സംക്രമം അതുപോലെ തന്നെ ദേഷ്യം ആ ദേഷ്യം പെട്ടെന്ന് പോകുന്നില്ലേ? സെക്കൻഡ് കൊണ്ട് പോകും, വേഗം പോകും. നമ്മൾ നല്ല ദേഷ്യം ഇരിക്കും ഇല്ലേ? അപ്പൊ ദേഷ്യത്തിന് വലിയ വ്യവസ്ഥയില്ലാതർത്ഥം. ആ ദേഷ്യത്തിന് വലിയ വ്യവസ്ഥയൊന്നുമില്ല. നമ്മൾ ബന്ധപ്പെട്ട അത് പോയി അത്രയൊക്കെയാണ്. അപ്പോ അതിനൊക്കെ എന്താണ്? എല്ലാറ്റിനും ഇതിനുള്ള വാരിറ്റി ചെയ്യാനും എല്ലാവരും ശക്തി ആയിരിക്കുന്നുണ്ട്. ഈ ദേവതക്കുണ്ട്. ആ ദേവതയാണ് എന്ത് ചെയ്യുന്നത്? ഈ അക്ഷരം എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഈ രീതിയിൽ പുറപ്പെടുവിക്കാൻ 6 ആധാരത്തിലേക്കുള്ള നമുക്കത് പുറപ്പെടുവിച്ച് ആ ഇവിടുന്ന് തുടങ്ങി വീടുള്ള മേലയിലല്ലേ അവിടുന്ന് എടുത്തിട്ട് പഴയ ആ പീഠത്തിന് ആ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് നാഭി നമ്മൾ കൊണ്ടുവന്ന് ഹൃദയത്തിലേക്ക് എത്തിച്ച് കൊണ്ടുവന്ന് അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ അക്ഷരത്തിനെ പുറത്തേക്ക് എത്തിച്ചു. അങ്ങനെ പുറത്തേക്ക് എത്തുന്ന ഈ അക്ഷരങ്ങൾക്കുള്ള ദൈവികത്വം
അതിനൊരു ദൈവമുണ്ട്. ആ നിലയിൽ ഒരു ദേവത, ഈ സ്വരങ്ങൾക്ക് ദേവത, ദേവതകളാണ്. അതിലെ ഇന്ദ്രൻ എന്നും പറയുന്നത് ഓരോ കണക്കാക്കിയ ദേവതകൾ. ആ ദേവതകൾ എന്തുണ്ട്? അതിദേവതകൾ, പ്രത്യധിദേവതകളോട് കൂട്ടി നാണെന്ന് ഈ അക്ഷരങ്ങളല്ല. അതിദേവതയുടെ അപ്പോ ഇത്രയധികം മഹാത്മ്യം വരുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ദൈവീകത നമ്മള് സമർത്ഥിക്കാൻ പറ്റിയ സഞ്ചരിക്കുന്ന ഈ അക്ഷരം മുഴുവൻ ചെയ്യുന്ന ഈ അക്ഷരം ജനിച്ചിട്ട് എവിടെ എത്തി? നമ്മളെ സ്പർശിച്ചിരുന്നു. സ്പൃഷ്ടം ഒരു പ്രയത്നം. ഇത് സ്പർശിക്കുന്നില്ലേ? ഇതില് ആഭ്യന്തര പ്രയത്നം, ബാഹ്യപ്രയത്നം, രണ്ട് പ്രയത്നങ്ങളില് ഈ പ്രയത്നം വരുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ ബ്രെയിൻ മുതലേ മൂലാധാരം വരെയുള്ള ഭാഗങ്ങള്. അതിലെങ്ങനെയൊക്കെയാണ് ഈ ശബ്ദത്തിൻ്റെത് അവസാനം അതെടുത്താന്ന് വിശുദ്ധി എന്ന് പറയുന്ന എത്തിയിട്ടാണ് നാവിന്റെ വഴിയായിട്ട് നമ്മൾ പുറത്തേക്ക് ഓരോ ദിക്കിൽ സ്പർശിച്ചിട്ട്, അതാ സ്പൃഷ്ടം എന്ന് പറയുന്നത്. കാതയോ അവസാന സ്പർശാന്ന് വരും. അപ്പൊ ഇത്രയധികം സ്പർശിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു വർണ്ണം പുറത്തേക്ക് വരുന്നത്. അപ്പോ ഈ വർണ്ണം പുറത്തേക്ക് വരാനുള്ള പ്രയത്നങ്ങള് വിവാരം, സംവാരം, ശ്വാസം, വിവാര, സംവാര, ശ്വാസ, നാദ, ഘോഷ, അഘോഷ, അല്പപ്രാണ, മഹാപ്രാണ, ഉദാത്ത, അനുദാത്ത, സ്വരിതം. ഇപ്പൊ എത്രയായി? 11 ഇതിന് ബാഹ്യപ്രയത്നം പറയും. ബാഹ്യപ്രയത്നം പറയും 11 ബാഹ്യപ്രയത്നങ്ങള്. അതില് വിവാരം, വിവാരഹ, സംവാരഹ, ശ്വാസഹ, നാദഹ, ഘോഷം, അഘോഷം, അല്പപ്രാണം, മഹാപ്രാണ, ഉദാത്തം, അനുദാത്തം, സ്വരിതം. നിങ്ങൾ വേദത്തില് ധാരാളം ദിക്കിലെന്ന് കണ്ടിട്ടുണ്ടാവും. നേരെ വരച്ചിട്ടും ഒരു നാമം പോലെയും താഴോട്ട് വരച്ചിട്ടൊക്കെ ഉണ്ടാവും. അതിലെ ഓരോ സ്വരത്തിന്റെ ഉദാത്തം, അനുദാത്തം, സ്വരിതത്തിന്റെ ചിഹ്നങ്ങളാണ് ഈ കാണുന്നതെല്ലാം. മറ്റുള്ളതിന് എന്തില്ല? ചിഹ്നമില്ല. ഉദാത്തം, അനുദാത്തം, സ്വരിതത്തിന് എന്തുണ്ട്? ചിഹ്നമുണ്ട്. ബാക്കി അനുസ്വാരം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. മേലെ പൂജ്യമിട്ടുണ്ടാവും, വിസർഗം 2 കുത്തിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്തുണ്ട്? അത് മനസ്സിലാവുന്നുണ്ട്. ബാക്കിയുള്ളതിൽ എന്താണ്? നിങ്ങൾ ഇതെല്ലാം പിന്നെ എന്ത് വേണം? ഈ വർണ്ണത്തിന്റെ പ്രയത്നങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചേക്കണം. അത്രയും വേണം. അപ്പോ ബാഹ്യപ്രയത്നം പറഞ്ഞു, പുറമേയുള്ള പ്രയത്നങ്ങള്. ഇനി ആഭ്യന്തര പ്രയത്നം ഉണ്ടല്ലോ. ആഭ്യന്തര പ്രയത്നം എന്ന് പറയുന്നത് സ്പൃഷ്ടം, ഈഷസ്പൃഷ്ടം, ഈഷത് വിവൃതം, വിവൃതം, സംവൃതം. 5 ആദ്യത്തെ പ്രയത്നം ആഭ്യന്തര പ്രയത്നം എന്ന് പറയുന്നത് തന്നെ ഉള്ളിൽ നടക്കുന്ന പ്രയത്നങ്ങൾ 5 പ്രകാരത്തില് സ്പൃഷ്ടം, ഈഷസ്പൃഷ്ടം, ഈഷത് വിവൃതം, വിവൃതം, സംവൃതം. ഇത്രയും പ്രയത്നങ്ങൾ എന്തുണ്ട്? 5 പ്രയത്നങ്ങള് എന്ത് പറയും? 5 പ്രയത്നങ്ങൾ. ആദ്യം നിങ്ങൾ എന്ത് വേണം? വർണ്ണങ്ങളെ ഓർമ്മിക്കണം, സ്വരന്നും വ്യഞ്ജനെന്നും ഓർമ്മിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിനെ 14 സൂത്രങ്ങളാക്കിയിട്ട് അയ്യുണ് ഋക്ക് എന്നുള്ളതിൽ ഓർമ്മിക്കണം. അതില് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ അച്ച്, ഹല്ല്, അതിന്റെ കോഡുകൾ എല്ലാം എന്ത് ചെയ്യണം? ഓർമ്മിക്കണം. അതിനെ തന്നെ എങ്ങനെ ഈ വർണ്ണവും ഈ 14 സൂത്രങ്ങളും വർഗാക്ഷരങ്ങൾ, ഇപ്പൊ നമ്മള് കഥട തപ 5 വർഗങ്ങൾ എങ്ങനെ ആയെന്നും ഇതില് ജീവനുള്ള ഭാഗം ഏതാണെന്നും ശരീരത്തിന്റെ ഭാഗം, ഞാൻ പറഞ്ഞു സ്വരങ്ങളെല്ലാം ജീവനാണെന്നും മറ്റേത് ശരീരമാണെന്നും, അങ്ങനെ സ്വരത്തിന്റെ ജീവന്റെ ആ ഭാഗങ്ങള് അതിലെന്ത് ചെയ്യണം? കൃത്യമാക്കിയിട്ട് നമ്മൾ തന്നെ ഇനി ഒരു വർണ്ണം ഉച്ചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഏതിലെ കൂടെയൊക്കെ ഇത് എവിടെയൊക്കെ ഇതിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ. ഇങ്ങനെ ഓർഗനൈസ് വർത്താനം പറഞ്ഞ സിനിമ പാട്ട് പാടുന്നു, അത് കാര്യമില്ല. അപ്പോ ഇത് എവിടുന്നാണ് ഇതിന്റെ ഉത്പത്തി? ആ ഉത്പത്തി നമുക്ക് എവിടെയൊക്കെ അതിന് ഫീലിംഗ് വരുന്നുണ്ട്, ഏതൊക്കെ ദിക്കിലിത് തട്ടുന്നുണ്ട്. അതപ്പോ ആ നമുക്ക് വളരെ റിഫ്ലക്റ്റ് ആയിട്ട് നന്നായിട്ട് അറിയുന്ന ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. ആ, ക കണ്ഠം, ഉ പ ഓഷ്ഠം, ട മൂർധ, ല സ ദന്തം. ആ സ്ഥാനങ്ങൾ കൃത്യമായിട്ട് നമ്മളെ ഈ നാവ് കൊണ്ടുപോയിട്ട് ഇട്ടിക്കുന്ന സ്ഥലം കൃത്യമായിട്ട് ഞാൻ പറയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്രയത്നങ്ങൾ എന്താവില്ല. ഞാൻ എനിക്ക് നിങ്ങൾക്ക് ഹൃദയം തുറന്ന് പറഞ്ഞ് കാണിച്ചു തരാനാവില്ല. പല്ലിൽ നിന്ന് നാവ് മുട്ടുന്നത് സ അല്ലെങ്കിൽ ത എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ കണ്ഠോഷ്ഠാണ്, ക കണ്ഠാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എനിക്ക് ശരിക്കും കാണിച്ചു തരാൻ പറ്റും. കണ്ഠം നാവ് ഇന്ന് ദിക്കിൽ നിങ്ങൾക്ക് സ്പർശിക്കുന്നുണ്ട്.
അല്ല കാണിച്ചു തരാൻ പറ്റും. ഇനി പറയുന്നത് എന്താവില്ല, അങ്ങനെ കാണിച്ചു തരാനാവില്ല. ഈ സ്പൃഷ്ടം, ഈഷസ്പൃഷ്ടം, ഈഷത് വിവൃതം, വിവൃതം സംവൃതം, ഈ സാധനങ്ങളൊക്കെ എന്താണ്? ഇന്നെന്ന വർണ്ണങ്ങൾക്ക് ഈ പ്രയത്നങ്ങളൊക്കെ ഉണ്ട്. ഇന്നെന്ന വർണ്ണങ്ങൾക്ക് സ്പൃഷ്ടം, ഏനക്കാ സ്പൃഷ്ടമുള്ളത്, ഏനക്കാ ഈഷസ്പൃഷ്ടമുള്ളത്. എണ്ണ് യാ വാ ര ല, യാ വാ ര ല, ഈ വർണ്ണങ്ങൾക്ക് എന്താ പറയും? അന്തസ്ഥങ്ങൾ എന്ന് പറയും. ഈ വർണ്ണങ്ങൾ അന്തസ്ഥങ്ങളാണ്. ഇനി അന്തസ്ഥ എന്താ ചോദിക്കണ എന്നോട്. ഈ വർണ്ണങ്ങൾക്ക് യാ എന്ന് പറയുമ്പോൾ അന്തേ സ്ഥാസ്യതി, ഉള്ളില്, അന്തഹ സ്ഥാസ്യതി, ഉള്ളില് നിൽക്കുന്നത് അർത്ഥം. ആണ് യാ പുറപ്പെടുന്നത്, യാ പുറപ്പെടുന്നത് അടിയിന്ന് ഇകാരത്തോട് കൂടിയിട്ട് എന്താ വേണത്? ഒന്ന് പെരട്ടിട്ട് നല്ല കൂട്ടുകറിയാക്കിയ പോലെ പുറത്തേക്ക് വരണം. അഞ്ചാതിയായിട്ട് വന്നിങ്ങനെ എന്താവുള്ളൂ? യാ വരുള്ളൂ. യാ വാ ഉകാരവും അങ്ങനെ വേണ്ടേ? യാ വാ ര യണഹ അന്തസ്ഥ അല്ലേ? അപ്പോ ഇതാണ് എന്തെന്ന് കുറച്ച് ചൂടായിട്ട് വേണ്ടത്. ഊഷ്മാണ ശല്ല് ഷാ ഷാ സ ഹ, ഷാ ഷാ സ ഹ, ഇതിനൊക്കെ എന്താ പറയും? ഊഷ്മാണ എന്ന് പറയും. അപ്പോ ഇനി ഏതൊക്കെയാണ് ഊഷ്മാണങ്ങള്, ഏതൊക്കെയാണ് അന്തസ്ഥങ്ങള്? അപ്പോ ഇത്രയധികം വസ്തുക്കള്: സ്പൃഷ്ട, ഈഷസ്പൃഷ്ട, ഈഷത് വിവൃത, വിവൃത സംവൃത. ഹ്രസ്വത്തിന്റെ വർണ്ണം ആ പറഞ്ഞായിരിക്കാം ഐ, അതിന് സംവൃതം എന്ന് പറയും. അകാരത്തിനോടൊരു അകാരം കൂടിയായിരിക്കാം, അത് വിവൃതാവും. പ്രക്രിയ വന്നാൽ വിവൃതാവും, വികൃതമല്ല വിവൃതാവും. അപ്പോ എന്താണ്? അപ്പോ ഇനി ഈ പറയുന്ന സ്ഥാനപ്രയത്നങ്ങൾ, വർണ്ണങ്ങളെ സ്ഥാനപ്രയത്നങ്ങൾ എന്തൊക്കെയാന്നുള്ളതൊക്കെ എന്താവണം? നമ്മൾക്ക് അത് എന്ത് ചെയ്യാം? ഇത്രയും ഇതിന്റെയൊക്കെ പേരുകൾ ആദ്യമാണ് ഓർമ്മിച്ചു നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞത് പല കാര്യങ്ങളും ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു എന്താ പറയണ്ടേ, പല വിഷയങ്ങൾ പറയുന്നുണ്ട്. അത് മുഴുവൻ ഓർമ്മിക്കാൻ പറ്റുന്നില്ലെങ്കിലും എന്ത് വേണം? ആദ്യം അക്ഷരങ്ങളെ കുറിച്ചൊരു ബോധം വരണം. ഈ അക്ഷരങ്ങളെല്ലാം എന്ത് വേണം? നിങ്ങൾ അതിനെ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്തിട്ട് സൂത്രരൂപത്തിലും അക്ഷരമാലാക്രമത്തിലും, സൂത്രരൂപത്തില് അയ്യുണറിട്ട് ഏതൊന്ന് അയ്യ ഉച്ച് ഹയവരട്ട് ലെണ്ണ് ഞമഗണനൻ ജപഞ്ഞ് ഘടദശ ജപഘടദശ ചടതവ് കപയ്യ് ശഷസര് ഹലേ, ഇങ്ങനെ ഈ രൂപത്തിലും അ ആ ഇ ഈ ഉ ഊ ഋ ഋ ല് എ ഐ ഓ ഔ അം ആ, അങ്ങനെ ആ രൂപത്തില് ഈ പണ്ട് സ്കൂൾ പഠിച്ചോലെ കായ്ക്ക കായ്ക്കന്ന് പറഞ്ഞ് ശീലിച്ചൂടാ. കുഞ്ഞുങ്ങളങ്ങനെ ശീലിപ്പിച്ചും കൂടാ. അതിനാണല്ലോ ഈ പൂജയും കഴിക്കുന്നത്. ഒരു കുഞ്ഞോട് സ്കൂളിൽ പോയിട്ട് അക്ഷരം ആലോചിച്ച കായ്ക്ക കായ്ക്കങ്ങ, ചായ്ച്ച ചായ്ച്ച ഞാ, അങ്ങനെ ആ ടീച്ചർ പറഞ്ഞു കൊടുത്ത പാവം. ഈ കാ ഖ ഗ ഘ വെച്ചാല് ഈ മൃദു ഖരം, അതുപോലെ അതിമൃദു ക ഖ ഗ ഘ ഘോഷം ങ, ഒരേ വർണ്ണാന്ന് കുഞ്ഞി. ഈ വർണ്ണം ഓരോ പേരില് ഓരോ രൂപത്തിൽ പുറപ്പെടുന്നതാണെന്നും ആര് പറഞ്ഞു കൊടുക്കുന്നില്ല? സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. സ്കൂളിൽ നിന്ന് കായ്ക്ക കായ്ക്ക ങ, അല്ലെങ്കിൽ ചായ്ച്ച ചായ്ച്ച ഞാ പറഞ്ഞു കൊടുക്കും. അത്രയേ അവർക്ക് എന്ത് വർണ്ണം വന്ന് രാജ്യം ഉണ്ടാണ്ടിരിക്കും, അത്രയേ. അപ്പോ അത്തരത്തില് എന്ത് വേണം? വർണ്ണത്തിന്റെ സംസ്കാരം നമുക്ക് തന്നെ ഉണ്ടാവണം. പണ്ട് സ്കൂൾ പഠിച്ച വർണ്ണം മറന്നിട്ട് വൃത്തിയായിട്ട് ഇതെല്ലാം വേറെ വേറെ ഇന്ന് അതിനെ ആ ഉരുട്ടിപ്പാകാക്കി കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പുറപ്പെടുവിക്കാനുള്ള ശക്തി നമ്മൾ തന്നെ ഉണ്ടാക്കണം. വെച്ചാല് നമ്മുടെ ഇത് മനസ്സിലാവില്ല. നമുക്ക് അക്ഷരസ്ഫുടത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരാൾ കേട്ടാലേ മനസ്സിലാവുള്ളൂ. നമുക്ക് സ്വയം ഇത് കണ്ടുപിടിക്കാനാവില്ല. എന്തുകൊണ്ട്? നമ്മൾ ധരിക്കുന്ന, നമ്മൾ പറയുന്ന വളരെ കൃത്യമെന്നാണ് നമ്മൾ ധരിക്കുന്നത്. അല്ല, നമ്മൾ പറയുന്നത് കൃത്യമല്ല പറയുന്നത്. അതിനാ പറയുന്നത് ചൊല്ലിക്കേൾപ്പിക്കണം. ചൊല്ലിക്കേൾപ്പിച്ചാൽ നമുക്കറിയാമല്ലോ ഇന്ന ദിക്കത്, അതിന്റെ പ്രൊണൗൺസിയേഷൻ ഇന്ന ദിക്കലതിന് ഫെയിലിയർ ആണ് എന്നുള്ളത്. അപ്പോ അത് നമ്മൾ എന്ത് ചെയ്യണം? ഒച്ചത്തിൽ ചൊല്ലി പഠിക്കുകയും വേണം. നമ്മൾ പറയുന്നത് നമ്മളെ കേൾക്കണമെന്ന് മനസ്സിൽ വായിച്ചാൽ പോരാ. നമ്മൾ പറയുന്നത് ആ ഒന്നാമത് വേണം. അതായത് ഡെയിലി ഒരു മനുഷ്യൻ ലിപിന്യാസം ചെയ്തേക്കണം എന്നർത്ഥം. രാവിലെ എണീറ്റ് ഗായത്രി ജപിച്ചു കഴിഞ്ഞാല് ലിപിസരസ്വതി ദേവത ആ ഇ ഈ ഉ ഊ ഋ ഋ എ ഐ ഓ ഔ അം ആ ക ഖ ഗ ഘ ങ ച ഛ ജ ഛ ഞ ട ഠ ഡ ഢ ണ. അത് കൃത്യമായി എന്ത് വേണം? ഈ ലിപികളെ മുഴുവൻ, വർണ്ണങ്ങളായിട്ട് ലിപികളെ മുഴുവൻ എന്താണ്? ലിപിസരസ്വതി ദേവതയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അതൊരു അമന്ത്രം അക്ഷരം നാസ്തി, മന്ത്രമില്ലാത്ത അക്ഷരമില്ല. അപ്പൊ ഈ അക്ഷരം ജപിച്ചാൽ അതൊരു മന്ത്രം തന്നെയാണല്ലോ. അപ്പൊ അതിന്റെ മന്ത്രത്തിന്റെ വാല്യൂ അതിനുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? മന്ത്രത്തിന് ഒരു തവണ നമ്മൾ നിർബന്ധമായും ചൊല്ലിയേക്കണം. അങ്ങനെ ചൊല്ലുന്നുണ്ടാവുന്നത് എന്താകും? അത് അന്തസ്ഥാനോ ഊഷ്മാണാണോ സംവൃതേതാണോ വിവൃതേതാണോ ഇങ്ങനെയുള്ള ഇതിന്റെ സ്ഥാനങ്ങൾ ഇനി ഏതേത് വർണ്ണങ്ങൾക്കാണ് ഏതേത് സ്ഥാനങ്ങൾ വരുന്നത് എന്നുള്ളത്. ഇന്നിപ്പോ ഇത്ര പ്രയത്നങ്ങൾ ഉണ്ടാവേണ്ട വായു, ആധാരങ്ങള്, നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം, ആ ഭക്ഷണം എങ്ങനെ നഷ്ടമായിട്ട് മാറി വരുന്നവർക്ക് എത്ര എനർജി ഉണ്ട് ഇല്ല, അതെല്ലാം പരിശോധിക്കുന്ന ഏരിയകളാണ് എന്തെന്ന്
ഈ ശിവനും ശക്തിയും കൂടിയിട്ട് നമ്മളെ ബ്രെയിനിൽ ചെയ്യുന്ന വ്യാപാരം. അവരവിടെ ഇരുന്നിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടുണ്ട്, 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്തിൽ എന്താവില്ല, നമുക്ക് ഉറങ്ങാനാവില്ല. ഉറങ്ങി അപ്പഴേ പോയില്ലേ, നാളെ രാവിലെ ഇന്നലെ വരെ കഴിച്ച കാര്യം നാളെ രാവിലെ ഓർമ്മയില്ല പറഞ്ഞ പിന്നെ ജീവിക്കാനാവുമായിരിക്കും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. അത് പശുക്കാരും വേണ്ടേ നാളെ പുല്ല് കിട്ടുന്ന സ്ഥലം അതിന് ഓർമ്മ വരണ്ടേ. അപ്പൊ തന്നെ എല്ലാ ചരാചരങ്ങൾക്കും ഈ ദേവത നമ്മുടെ സഹസ്രാര പത്മത്തിൽ കുടികൊള്ളുന്ന സഹരഹസി പത്യാവിഹരസേ ആ ദിക്കിലെ എന്നിട്ട് ദൈവം കുടികൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓർമ്മിപ്പിച്ചിട്ട് പറയിപ്പിക്കുന്നുള്ളതാണ് ദൈവത്തിന്റെ വിജയം. അതുകൊണ്ട് അടുത്ത ആഴ്ച ബാക്കി നമ്മുടെ സ്ഥാനപ്രയത്നങ്ങളെ കുറിച്ച് അടുത്ത ആഴ്ച പറയാം. ശരി, നമുക്കിനി ഒരു 4 ക്ലാസ്സും ഒരു 2 3 ക്ലാസ്സും കൊണ്ടേ നിർത്താം. അതെ, ഈ പിന്നെ ശൈവം, വൈഷ്ണവം, ഗാണപത്യം അങ്ങനെ 6 സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ശങ്കരാചാര്യർ. അതെ, അത് ഞാൻ ആദ്യം തുടങ്ങും, ക്ലാസ് തുടങ്ങും ആദ്യം പറഞ്ഞ അതാ. അത് ഏതൊക്കെയായിരുന്നു? 3 ഏതായിരുന്നു? ശൈവം, വൈഷ്ണവം, ഗാണപത്യം. ശൈവം, വൈഷ്ണവം, ഗാണപതം, കൗമാരഭൃത്യം, ശാക്തേയം, കൗളം. അതില് ശാക്തേയവും കൗളവും എല്ലാം എന്താണ്, എല്ലാം ദുർഗ തന്നെയാണ് എന്റെ ഇടപാട്. ശൈവത്തിലെ ദക്ഷിണാമൂർത്തി, വിഷ്ണുവില് ഇയാള് ഹയഗ്രീവൻ, ഹയഗ്രീവ ഉപാസന, വിഷ്ണുവിന്റെ ദേവത ഹയഗ്രീവൻ. ഗാണപദത്തിലെ ഗണപതി, ഗണപതി എല്ലാവരും ഉണ്ട്. ഗണപതി എല്ലാറ്റും അതിദേവതയാണ്. ഇവിടെ പ്രധാന ദേവത ഗാണപദക്കാരിക്ക് പ്രധാന ദേവതയുള്ളൂ. നമുക്ക് ഗുരു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഗണപതിയിലേക്കാണ് വരുന്ന അർത്ഥം. ഗുരു കഴിഞ്ഞാൽ അടുത്ത് ഗണപതിയിൽ. അപ്പൊ ഗണപതിയാണ് ശിവനായാലും വിഷ്ണുവിനും പൂജാൻ പറ്റില്ലേ. തുമ്പിക്കൈ ആഴ്വാർന്നുണ്ടല്ലേ, വൈഷ്ണവത്തിലുണ്ട്, ശൈവത്തിലുണ്ട്, സ്മാർത്ഥത്തെ മറ്റേ ശാക്തയത്തിലും എല്ലാം ഗണപതിയുണ്ട്. ഗണപതി ഇല്ലാത്ത ഒരു സമ്പ്രദായവും നിലവിലില്ല. അതുകൊണ്ട് ഗണപതി എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ട് ദേവതയാണ് അർത്ഥം. ഗാണപദത്തില് അവർ പറയുന്ന അത് ഞാൻ അടുത്തതിൽ വരും. ഈ ഐം ക്ലീം സൗ സർവജനമേ സമാന സ്വാ മന്ത്രത്തിന്റെ ബാക്കിയുണ്ട്. ഇതിന്റെ അതിദേവതയും പ്രയത്നം കഴിയട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ആയിക്കോട്ടെ. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒന്നുമില്ല അല്ലേ? അപ്പൊ ശരി. അപ്പൊ ശരി, എന്നാൽ അടുത്ത ശുഭരാത്രി. നമസ്തേ. നമസ്തേ.